അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് അർദ്ധവാർഷിക പരീക്ഷ 2025-26 ഒക്ടോബർ 27 നടക്കുന്ന പരീക്ഷ നവംബർ 4 കഴിയുക. അപ്പോൾ ആ പരീക്ഷൻ്റെ 6 ടൈം ടേബിളാണ് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് എത്ര പാഠങ്ങളാണ് ഓരോ വിഷയത്തിൽ നിന്നും വരിക എന്ന് നമുക്ക് നോക്കി നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഉടനെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 6 ഓരോ വിഷയത്തിൻ്റെയും ക്വിസ് ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തുണ്ടാക്കിയ ക്വിസാണ്, അത് ആവശ്യമുണ്ടെങ്കിൽ താഴെ ക്വിസ് എന്ന് കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുക. അത് പോയി ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു പരീക്ഷ തുടങ്ങുന്നത് 27-നാണെന്ന്. പക്ഷേ 6ാം ക്ലാസ്സിന് 29-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത്. അന്ന് ബുധനാഴ്ചയാണ്. ആദ്യ വിഷയം തന്നെ ലിസാൻ ഖുർആനാണ്. ലിസാനിൽ 7 പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരും. അപ്പോൾ നിലവിൽ നമ്മൾ അംബ്ര ഉണ്ടാക്കുന്ന രൂപവും അതുപോലെ തന്നെ അംബ്ര ഹാദറും അംബ്ര വായിബും രണ്ടും കുറച്ച് ടഫാണ്. അംബ്ര വായിബ് അത്ര പ്രശ്നമില്ല. പക്ഷേ അംബ്ര ഹാദർ ഒരു 5 രൂപം ഒക്കെ ഏകദേശം വരുന്നുണ്ട്. ആ രൂപങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അതിന് ഉദാഹരണങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിൽ കാര്യമായിട്ട് സിമ്പിളായിട്ട് തോന്നുന്നത് ജുംലത്തുൽ ഇസ്മിയയും ജുംലത്തുൽ ഫീലിയാണ്. ഈ 2 കാര്യങ്ങളാണ് സിമ്പിളായിട്ട് തോന്നുന്നത്. പിന്നെ മജ്ഹൂലും മഅറൂഫും. പിന്നെ അതിൽ മറ്റത് അംബർ പല രൂപത്തിൽ വരും. അപ്പോൾ ഏതൊക്കെ രൂപത്തിലാണ് അംബർ വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുലാറത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞിട്ടൊക്കെ. അതിൻ്റെ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ 6 ക്ലാസ് പോയാലും മതി. 6 ഒരു പ്ലേലിസ്റ്റ് കാണും. പ്ലേലിസ്റ്റിൽ 6 എന്ന് കാണും. അതിൽ പോയിട്ട് നിങ്ങൾ ഒരു ചാർട്ട് കാണും. അതായത് ഈ അംബർ ഉണ്ടാക്കുന്ന ഒരു 5 രൂപം പറയുന്നൊരു ചാർട്ടുണ്ട്. അത് പോയി കണ്ടു കഴിഞ്ഞാൽ ആ പാഠം സിമ്പിളായിട്ട് മനസ്സിലാവും. ആ പാഠമാണ് കുറച്ച് ടഫായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് 7 പാഠങ്ങളുണ്ട്, പഠിച്ചണം. 30 തീയതി വ്യാഴാഴ്ചയാണ്. ദുറൂസുൽ ഇഹ്സാനാണ് വിഷയം. ദുറൂസുൽ ഇഹ്സാനിൽ നിന്നും 8 പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരും. നിലവിൽ 8 പാഠങ്ങൾ എടുത്ത് തീർന്നിരിക്കണം. നബിയെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും അഹ്ലു ബൈത്തിനെ കുറിച്ചും പറയുന്ന പാഠങ്ങളാണ്. എല്ലാം നന്നായി പഠിക്കുക. ഇതിൻ്റെയൊക്കെ മോഡൽ പേപ്പർ ആവശ്യമുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മോഡൽ പേപ്പറും കിട്ടും. നിങ്ങൾക്ക് ഇനി പേപ്പറാണ് ആവശ്യം, PDF പേപ്പറാണ് ആവശ്യമെങ്കിൽ ഈ മദ്രസ ഗൈഡ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കാണാം. അതെടുക്കേണ്ട രൂപമൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ വിട്ടിട്ടുണ്ട്, അതൊന്ന് പോയി കാണാം. ഇനി 1-ാം തീയതി ശനിയാഴ്ചയാണ്. വിഷയം ഫിഖ്ഹാണ്. ഫിഖ്ഹിൽ നിന്ന് 14 പാഠങ്ങൾ വരും. ഫിഖ്ഹിൽ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങളെ പറ്റിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ ഖുഫനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുപോലെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കി വെക്കുക. നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ അതിൽ പറയുന്നത്. ഇനി 2 ഞായറാഴ്ച ഖുർആൻ ഹിഫ്ള് പരീക്ഷ രണ്ടും കൂടെ ഉണ്ടാകും. ഖുർആൻ ആണെങ്കിൽ സൂറത്തു മറിയം മുതൽ സൂറത്തു ഫുസ്സിലത്ത് വരെ ഉണ്ടാകും. ഫുസ്സിലത്ത് ഉൾപ്പെടെയാണ്. ഇനി ഹിഫ്ള് ആണെങ്കിൽ സൂറത്തു മുൽക്ക് മുതലും, സൂറത്തു മുൽക്കാണ് ഒരു സൂറത്ത്, പിന്നെ ഹിഫ്ളാക്കാണുള്ളത്. രണ്ടാമത്തത് സൂറത്ത് യാസീനിലെ 40 ആയത്ത് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഓതി കൊടുക്കണം. അതിൽ ഏത് ഭാഗത്തു നിന്നാണ് ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല. എല്ലാ ഭാഗവും ഉണ്ടാവില്ല. സൂറത്ത് മുൽക്ക് മുഴുവനായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബന്ധപ്പെട്ട ഭാഗം മനസ്സിലാക്കി പഠിക്കട്ടോ. പിന്നെ അതിന് ശേഷം വരുന്നത് താരീഖാണ്. താരീഖ് വിഷയം 4-ാം തീയതി ചൊവ്വാഴ്ചയാണ് താരീഖ് വരുന്നത്. 11 പാഠം താരീഖിൽ നിന്നുണ്ടാകും. കാര്യമായിട്ട് ഖുലഫാഉർ റാഷിദുകളുടെ ഭരണകാലവും അവരുടെ വഫാത്തും അതുപോലെ തന്നെ അവരുടെ ബയോഡാറ്റ, അവരുടെ ജീവിതം, ആരൊക്കെ ഉണ്ടായിരുന്നു, ഉമ്മയും ഉപ്പയും, അവരുടെ പേരുകളും അവരുടെ നാട്, അങ്ങനെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഡേറ്റുകളും അതുപോലെ പേരുകളൊക്കെ കുറേ കൂടുതലാണ്. അതൊക്കെ മനസ്സിലാക്കണം. അതിൻ്റെ ചാർട്ട് തന്നെ പ്രത്യേകം അവസാനം പറയുന്നുണ്ട്. അതായത് 4 ഖലീഫമാരുടെ ചരിത്രം, അതായത് അവരുടെ ബയോഡാറ്റ മൊത്തത്തിലൊരു ചാർട്ടായിട്ട് മുമ്പ് PDF-ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാഠഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.